മനോഹർ ഇഷ്കിന്റെ സംവിധായകനാണ്. അപ്പോൾ ഇത്തവണ നരിവേട്ട എന്ന സിനിമയായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാതെ ഒരു മുത്തങ്ങ, നമ്മുടെ 2003 വയനാട്ടിൽ നടന്ന മുത്തങ്ങ കലാപത്തിനെ കുറിച്ചിട്ടുള്ള അതിനെ ആസ്പദമാക്കിയിട്ട് ഒരുക്കിയിട്ടൊരു സിനിമയാണ്. അപ്പം നമുക്കത് ആൾറെഡി നമ്മൾ പ്രെഡിക്റ്റഡ് ആണ് ഈ സംഭവം ഇതിനെക്കുറിച്ചാണെന്ന്. പിന്നീടും പക്ഷേ ഈ സിനിമ ഈ ഒരു യഥാർത്ഥ കഥയിലോട്ട് എത്താൻ ഒരുപാട് സമയം എടുത്ത പോലെ എനിക്ക് തോന്നി പേഴ്സണലി. അതിൻ്റെ സിനിമയുടെ തുടക്കത്തിൽ ഈ ആദിവാസി ഭൂമി വേണം എന്നുള്ള സമരത്തിനിടയിലേക്ക് ഒരു പോലീസ് ഫോഴ്സിനെ എത്തിക്കുകയാണ്. ആ പോലീസ് ഫോഴ്സിൽ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ആളാണ് നമ്മുടെ നായകനാണ്. അപ്പം അതിനു മുമ്പ് പുള്ളിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന രീതിയിൽ ഒരു ലവ് സ്റ്റോറിയും അതിനുശേഷം ഈ പോലീസ് ജോലിയിൽ എത്തിപ്പെട്ട ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അത് തന്നെ കുറേ ടൈം എടുത്തു. കാരണം നമുക്ക് ഒരു സംഭവം ഇതാണ് നടക്കാൻ പോകുന്നത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യത്തിന് വീണ്ടും അതിലെത്തിക്കാൻ വളരെ കൂടുതൽ സമയം എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഈ കഥയിൽ നിന്ന് മാറുന്നുണ്ടോ എന്ന് തോന്നും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അതിനിടയ്ക്ക് നടക്കുന്ന ഒരു സംഭവങ്ങളാണ് സിനിമ പറയുന്നത്. ആ ആദിവാസികളുടെ അവിടെ പോലീസ് ഫോഴ്സ് എത്തുന്നു. പിന്നീട് രണ്ടുപേരും തമ്മിലുള്ള ലാത്തി ചാർജ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അതായത് ഒരു അധികാരത്തിലുള്ളവരിൻ്റെ ഒരു കാര്യം തന്നെ സ്വയം ആളുകളെ തന്നെ കുരുതി കൊടുക്കുകയും എന്നിട്ട് ആ പേരിൽ മറ്റുള്ളവർ തമ്മിൽ തല്ലിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്ക് ടൊവിനോന്റെ ക്യാരക്ടർ പുള്ളിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ അവിടെ എത്തിക്കും. പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ഒട്ടും ജെന്യൂൻ അല്ലാത്ത പോലെ തോന്നുന്നതാണ് പുള്ളി. പോലീസുകാരാണെങ്കിലും അവർ ചെയ്യുന്ന ആദിവാസികളോട് ക്രൂരത ആണ് കാട്ടുന്ന ഉറപ്പിക്കുള്ള നായകൻ അതിനെതിരെ നിൽക്കുകയാണ്. അതാണ് സിനിമയുടെ കഥ. ആ കഥയിലോട്ട് എത്താൻ തന്നെ വളരെ ടൈം എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആദ്യത്തെ ഇന്റർവ്യൂവിൽ വരും. നമ്മളിത് എന്താണ് ഇപ്പോൾ ആലോചിക്കുമ്പോഴേക്കും ഇന്റർവ്യൂവിൽ വരും. അതുവരേക്കും ഇതിന് പ്രധാനപ്പെട്ട വിഷയത്തിലോട്ടൊന്നും സിനിമ കടക്കുന്നില്ല. ടെക്നിക്കൽ സൈഡാണെങ്കിൽ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡാണ്. ജെയ്ക്സ് ബിജുവിൻ്റെ ബീജിയം ഒക്കെ അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി കിട്ടില്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിലെ ക്യാൻവാസ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു തിരക്കഥ കുറച്ചൊരു ഫ്ലാറ്റ് ആയിപ്പോയി. ഒരു ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല അവിടെ. ഒരു നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ഇതിനിടയിലുള്ള രാഷ്ട്രീയം നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാരോടോ അല്ലെങ്കിൽ താഴ്ന്ന ആളുകളോടോ മേലുദ്യോഗസ്ഥർ കാണിക്കുന്നതോ അല്ലെങ്കിൽ ഗവൺമെന്റ് കാണിക്കുന്നതോ ആയിട്ടുള്ള പൊളിറ്റിക്സ് നമ്മൾ ഇതിനോടൊക്കെ തന്നെ കുറേ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ വളരെയധികം എക്സ്പെക്ടേഷൻ ചെയ്യും. കാരണം അതിനെ എങ്ങനെയായിരിക്കും മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഇന്റൻസിറ്റി എന്ന് പറയുന്ന സംഭവം കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നു ലവ് പോർഷൻസ് ഒക്കെ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ടോവിനോന്റെ നാട്ടിലെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ ട്രിം ചെയ്യായിരുന്നു. എന്നിട്ട് ഈ ഒരു മെയിൻ ത്രെഡിനെ ഫോക്കസ് ചെയ്യാമെന്ന് തോന്നി. പിന്നീട് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ടൊവിനോ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒപ്പം സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ ക്യാരക്ടർ നന്നായിരുന്നു. ചേരന്റെ ക്യാരക്ടർ ഈ സിനിമയിൽ ഈ യഥാർത്ഥ സംഭവത്തിൽ എത്തുന്ന ഇതുവരെ ഒരു ഡ്രാഗ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചേരന്റെ കാര്യത്തിലും ചേരൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് തന്നെ പുള്ളിയുടെ ചില മാനേഴ്സുകളൊക്കെ അടിപൊളിയായിരുന്നു. അത് നമുക്കറിയാം. പുള്ളിയുടെ ക്യാരക്ടർ എന്തായിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും. പക്ഷെ അതിനെ റിവീൽ ചെയ്യിക്കുന്ന പോലെ ഒരു സീൻ വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ പിന്നെയും കടന്നുപോയി. നമുക്കറിയാം ഇതന്നെയാണ് പുള്ളി തന്നെയാണ് അതിൻ്റെ മെയിൻ മാസ്റ്റർ ബ്രെയിൻ എന്ന് അറിയാം. അത് നമ്മളെ ഒരു സർപ്രൈസ് എലമെന്റ് ആക്കി കാണിക്കുന്ന പോലെ ഡ്രാഗ് ചെയ്ത് അവസാനം പെട്ടെന്നൊരു ഞെട്ടലോടെയൊക്കെ കാണിക്കുന്ന പോലെ തോന്നിയപ്പോൾ നമുക്ക് അതെന്താണ് ഇപ്പോൾ ഇത് നമുക്കറിയാമല്ലോ. ഇനിയിപ്പോൾ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമുണ്ട്. അത് പെട്ടെന്ന് ആ പോയിന്റിലോട്ട് നിന്നൊന്ന് എത്ത് എന്തിനാ ഇങ്ങനെ പറഞ്ഞു പിടിക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റിൽ എനിക്ക് തോന്നിയൊരു ഓക്കേഷ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നരിവേട്ട. നല്ല ടെക്നിക്കൽ സൈഡും പെർഫോമൻസ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡീസൻറ്റ് വാച്ചാണ്. എനിക്കൊരു ഓക്കേഷ് ആയിട്ട് മാത്രം തോന്നിയുള്ളൂ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.